അങ്ങനെ നമ്മുടെ രവി പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ സച്ചി സ്കൂൾ ബസ് എടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിലോ ആദ്യ കൂട്ടം സ്കൂളിലേക്ക് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിയുടെ കണ്ണിൽ പെടാതെ, സച്ചിയെ കണ്ടിട്ടു പക്ഷേ കണ്ണിൽ പെടാതെ എന്തായാലും മെല്ലെ മുങ്ങണുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ സച്ചി ആണെങ്കിലോ വർഷയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ മധുസൂദനാണെങ്കിലോ സച്ചിയെ കാണുമ്പോൾ വലിയ സന്തോഷത്തിൽ ഓടി വന്നിട്ട് ഹായ് സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. സച്ചി വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇയാൾക്ക് എന്താ പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിനെ ഉള്ളിലേക്ക് കൊണ്ടുകൊണ്ട് ഉള്ളിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ മധുസൂദൻ പറയുന്നുണ്ട് വർഷയ്ക്ക് എപ്പോഴും ഒരു വിഷമമായിരുന്നു, അവൾക്കൊരു ഏട്ടനില്ലല്ലോ എന്ന്. ഇപ്പം എന്തായാലും അവളുടെ വിഷമം മാറിയിരുന്നു, നീ അവളുടെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാം ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ സച്ചി ഇയാൾക്ക് എന്തോ പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്താ വെച്ചാൽ ഇവർ രണ്ടാളെയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മഹിമ പറയുന്നുണ്ട് നീ എങ്ങനെ ഇവരെ കൂട്ടിക്കൊണ്ടു പോവുക, അതിന് ഞാൻ അവരെ വിട്ടിട്ട് വേണ്ടേ, എന്തായാലും അവരെ ഞാൻ ഒരാഴ്ച കഴിയാതെ ഇവിടുന്ന് വിടാൻ തീരുമാനിക്കണില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിക്കാണെങ്കിൽ വിഷമം വന്നിട്ട് മെല്ലെ ഇറങ്ങിപ്പോണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ്ട്. എന്തായാലും അവർ വരുന്നില്ല വിചാരിച്ചിട്ട് ആ സമയത്താണ് നമ്മുടെ ബാക്കിൽ നിന്ന് വർഷ സച്ചി ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്, അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.